വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല വിധി പറയും. നേരത്തെ നമുക്ക് ബൽറാമിനെ കിട്ടിയില്ല. ബൽറാം ഇപ്പോൾ ചേരുന്നു. ബൽറാം നെടുങ്ങാടി, പറയൂ. SKN ഏറെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും അല്പസമയത്തിനകം വരാനിരിക്കുന്നത്. നേരത്തെ മെയ് 22-ന് ഈ കേസിലെ ഹർജികളിൽ വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികളിൽ വിധി പറയുക. ഈ ഹർജികളിലെ പ്രധാന ആവശ്യം എന്നുള്ളത് വഖഫിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്നതാണ്. എന്നാൽ ഈ വിഷയത്തിലുള്ള ഇടക്കാല വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാവുക. അത് ഈ നിയമത്തിലെ ചില വകുപ്പുകൾ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ ഉള്ള വിധിയായിരിക്കും ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. പ്രധാനമായും ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നും അന്യമതസ്ഥരെ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാദങ്ങളാണ് ഹർജിക്കാർ ഈ കേസ് ഉന്നയിച്ചിരുന്നത് സുപ്രീം കോടതിയിലെ വാദത്തിന്റെ ഘട്ടത്തിൽ. അതേസമയം ഈ ബില്ല് തീർത്തും ഭരണഘടനാപരമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഗണ്ണിക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദമുഖങ്ങൾ. വഖഫ് ഇസ്ലാമിന്റെ അനിവാര്യമായ ഒരു മതാചാരമല്ലെന്നും സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതാടിസ്ഥാനത്തിൽ അല്ല തീരുമാനം എടുക്കേണ്ടത് എന്നുമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചത്. വഖഫിൽ പുറമ്പോക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന കാര്യവും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഇടക്കാല ഉത്തരവ് വരാനിരിക്കുന്നത്. 10:30-യോടെയാണ് കോടതി ചേരുക. അതിനുശേഷം നിമിഷങ്ങൾക്കകം തന്നെ ഈ കേസിൽ വഖഫ് കേസിലെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.